ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ നഗരം രാത്രിയോടെ കത്തി നശിക്കുക തന്നെ വേണം കേട്ടോ. CPM സംബന്ധിച്ചിടത്തോളം അത് തന്നെയേ ഞാൻ പറയുന്നുള്ളൂ. CPM ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ ഉടനടി നടന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സംസ്ഥാനത്ത് ഭരണം പോയ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന തിരുട്ടു കുടുംബത്തെ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയില്ല എങ്കിൽ ഈ പാർട്ടി കത്തി നശിക്കുന്നതാണ് നല്ലത്, കത്തി നശിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ഈ രാത്രി വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാനാകെ ഞെട്ടിയിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളും ഏതാണ്ട് ഇതേ ഒരു മാനസിക നിലയിലായിരിക്കും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അത്തരം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, ഇതുവരെ നമ്മൾ കേട്ടത്, നമ്മൾ അറിഞ്ഞത് CMRL കമ്പനിയുമായുള്ള ഒരു സേവനവും നൽകാതെ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം പിണറായി വിജയനുമായ ബന്ധം കൊണ്ട് ഒരു സേവനവും നൽകാതെ വീണ വിജയന് താൻ പ്രതിമാസം 8 ലക്ഷം രൂപ വീതം, അങ്ങനെ മൊത്തം 2.78 കോടി രൂപ നൽകി എന്ന കരിമണൽ കർത്തായുടെ തന്നെ മൊഴി. അതായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ, വീണ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഏറ്റവും വലിയ ക്രൈം. പക്ഷേ ഇപ്പോഴിതാ EDയുടെ, ഇതുവരെ നമ്മൾ കേട്ട വാർത്തകള് EDയുടേതായ ഒരു പത്രക്കുറിപ്പൊന്നുമല്ല. ED അങ്ങനെ അറിയിച്ചു എന്ന തരത്തിലുള്ള പത്രവാർത്തകളാണ് ഇതിനു മുമ്പൊക്കെ വന്നിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ED തന്നെ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം വീണയുടെ രണ്ടാം ഭർത്താവായ റിയാസിന്റെ കുറച്ച് സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തി. വെറുതെ റെയ്ഡ് നടത്തിയതല്ല. കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. അന്നാണ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത്. അന്നാണ് ഒരുപാട് അന്തംഗമികൾ പോയി കണ്ട് EDയെ ആക്രമിച്ച് അവസാനം ഇതാ ഉണ്ട തിന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം, അതവിടെ കിടക്കട്ടെ. ആ റെയ്ഡിൽ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറി കുറിപ്പുകളിലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറിയിലെ 1 മുതൽ 9 വരെ പേജുകൾ, അത് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് അന്ന് തന്നെ ED പറഞ്ഞിരുന്നു. ആ വിവരങ്ങളാണ് ED ഇപ്പോൾ കൺഫേം ചെയ്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നലെ ആ റിയാസിന്റെ റിയാസിന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും വീട്ടിലല്ല റെയ്ഡ് നടത്തിയത്. റിയാസിന്റെ സുഹൃത്തുക്കളായ ചിലരുടെ പേരുകൾ വീണയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ പേരുള്ള റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലാണ് ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയത്. അതോടെ EDക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വന്നു. ED ഇതാ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. ആ പത്രക്കുറിപ്പിലാണ് ED പറഞ്ഞത് 2.78 കോടിയല്ല 20.5 കോടി. ഞെട്ടണ്ട നിങ്ങൾ. ഒരുപക്ഷേ ഷോൺ ജോർജ് ഇന്നത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞെന്താണെന്നറിയോ? 20 കോടിയുമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് വീണ വിജയൻ പിണറായി വിജയന്റെ കെയർ ഓഫിൽ ഇവിടെ തട്ടിപ്പ് കൊള്ള നടത്തിയതെന്ന്. ഒരുപക്ഷെ കേരളം ഇന്നോളം കണ്ട ഏറ്റവും വലിയ ഭൂലോക തട്ടിപ്പുകാരി ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കൂട്ടരെ, വീണ വിജയനാണ്. വീണ വിജയന്റെ ഭർത്താവ്, രണ്ടാം ഭർത്താവായ ഈ റിയാസ് എന്ന് പറയുന്ന കഴിഞ്ഞ PWD മന്ത്രിയല്ലേ, ഇവനെന്താ പറഞ്ഞത്? കഴിഞ്ഞ 3 മാസമായി നാറ്റം. ഏത് നാറ്റം? ഇവന്റെ വീട്ടിൽ നിന്ന്, ഇവന്റെ കുടുംബത്തിൽ നിന്നുള്ള നാറ്റം. ആ നാറ്റത്തെയാണ് ഇവൻ പറഞ്ഞത് VD സതീശന്റെ ഭരണം മൂലമുണ്ടായ നാറ്റം എന്ന്. ഇവൻ എമ്മാതിരി എന്താ പറയാ തെമ്മാടിത്തമാണ് ഇവൻ ചെയ്തത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഭാര്യ 20.5 കോടിയുടെ തട്ടിപ്പ്, ഹവാല തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നു. 85 ലക്ഷം ദുബായിലേക്ക് കടത്തിയിരിക്കുന്നു. ഒരു ഇന്റർനെറ്റ് കോളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യാജ സിം കാർഡ് മറ്റൊരാളുടെ പേരിൽ, അയാളുടെ അടക്കം വീടുകളിലാണ് ED റെയ്ഡ് നടത്തിയത്. എന്താ നിങ്ങൾ ഞെട്ടിയില്ലേ? കുറെ ആൾക്കാർ ഞെട്ടിയിട്ടുണ്ടാവില്ല. കാരണം വീണ ഇതും ഇതിലപ്പുറവും ചെയ്തിട്ടുണ്ടാവും എന്ന് ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ 20.5 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയതെന്ന് ED പത്രപ്രസ്താവന ഇറക്കുമ്പോ ഉളുപ്പുണ്ടെങ്കിൽ വിജയ കേസ് കൊടുക്കണോ EDക്കെതിരെ? പറഞ്ഞല്ലോ, നിയമസഭയിൽ 2 കൈ ഉയർത്തിക്കൊണ്ട് എന്റെ 2 കൈകളും ശുദ്ധമാണ് കേട്ടോ. കേസ് കൊടുക്കണോ വിജയ? കേസ് കൊടുക്കണോ റിയാസെ EDക്കെതിരെ? നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ എന്റെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ജർമ്മൻ നാടകകൃത്തും കവിയുമായ ബെർത്തോൾഡ് ബ്രഹറ്റിന്റെ വരികളാണ് കേട്ടോ.
ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ സന്ധ്യ മയങ്ങും മുമ്പ് ആ നഗരം കത്തിച്ചാമ്പലാകുകയാണ് നല്ലത് എന്ന് ബെർത്തോൾട്ട് ബ്രെഹ്റ്റ് പറഞ്ഞിരുന്നു. സഖാക്കൾക്ക് പരിചിതമായ വാചകമാണ്, എപ്പോഴും അവർ ഉപയോഗിക്കുന്ന വാചകമാണ് ഇത്. കവിതയാണ്, കവിതയിലെ വരികളാണ് ഇത് കേട്ടോ. ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ വൈകുന്നേരത്തിന് മുമ്പ് അവിടെ ഒരു കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരം കത്തി നശിക്കുകയാണ് നല്ലത്. ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് രാത്രി നാളെ പുലരും മുമ്പ് പിണറായി വിജയനെ പുറത്താക്കിയില്ലെങ്കിൽ വീണയെ പുറത്താക്കേണ്ട കാര്യമില്ല. വീണ പാർട്ടി അംഗത്വമൊന്നും വീണയ്ക്കില്ല. വീണയെ തള്ളിപ്പറഞ്ഞില്ല എങ്കിൽ റിയാസിനെ പടിക്ക് പുറത്തേക്ക് ചവിട്ടി തെറിപ്പിച്ചിട്ടില്ലെങ്കിൽ എം വി ഗോവിന്ദ, എം എ ബേബി എന്ന് പറയുന്ന ദേശീയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഉണ്ടല്ലോ പാർട്ടിയിൽ. പിന്നെ എന്തിനാടോ ഇങ്ങനൊരു പാർട്ടി? പിരിച്ചുവിടടോ. അതാണ് ഈ രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. പിരിച്ചു വിട്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള സഖാക്കൾ ഇന്ന് രാത്രിയോടെ ഈ പാർട്ടി വിട്ടിട്ട്, ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി എന്നോ പോയി. ഇപ്പോൾ ഉള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തോന്നിയാസങ്ങൾക്കുള്ള തെമ്മാടിത്തങ്ങൾക്കുള്ള ഈ പാർട്ടി വിട്ട് പോയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാർട്ടി ഇന്ന് രാത്രിയോടെ കത്തി നശിക്കുകയാണ് നല്ലതോ. അതാണ് ബ്രെഹ്റ്റ് പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കേട്ടിട്ട് നിങ്ങൾക്കൊന്ന് തോന്നുന്നില്ലേ? 20.5 കോടിയുടെ തട്ടിപ്പ്, ഹവാല തട്ടിപ്പ്, പത്രക്കുറി പറക്കുകയാണ് ED. എന്നിട്ടാണ് പറഞ്ഞത് അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ ഒരു കമ്പനി. കഴിഞ്ഞ ദിവസം റിയാസ് പത്രക്കാരുടെ എന്നാ പറഞ്ഞത്, എന്റെ ഭാര്യ അവരൊരു ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനിയിൽ, അവര് ഭയങ്കര എഡ്യൂക്കേറ്റഡ് മണ്ണാക്കട്ട. എടോ റിയാസേ, തന്റെ ഭാര്യ സ്വാശ്രയ കോളേജിൽ, അമൃതാനന്ദമയി ദേവിയുടെ സ്വാശ്രയ കോളേജിലെ പഠിക്കാൻ പോയത് എപ്പോഴാണെന്നറിയോ? ഇവിടെ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തുമ്പോ ഇവിടെ നിങ്ങളുടെ സഖാക്കൾ, പാവപ്പെട്ട സഖാക്കൾ സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തുമ്പോഴേ 5 സഖാക്കളുടെ വിരിമാറിയിലേക്ക് വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്ന് 5 സഖാക്കൾ മരിച്ചു വീഴുമ്പോ പുഷ്പൻ എന്ന സഖാവ് ദശാബ്ദക്കാലം ആ വേദന സഹിച്ചുകൊണ്ട് കടന്ന് നരകയാതന അനുഭവിച്ചപ്പോ തന്റെ പൊണ്ടാട്ടിയുണ്ടല്ലോ, അവള് അമൃതാനന്ദമയിയുടെ കോളേജിലെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാനാക്കിയായിരുന്നു. നിന്റെ അമ്മായിയച്ഛൻ അമ്മായിയച്ഛനോട് ചോദിക്കടോ റിയാസെ. അവിടെ നിന്ന് തട്ടിമുട്ടി പാസ്സായ വീണ എവിടെയാ ജോലി ചെയ്തത്? താനെന്താ പറഞ്ഞത്? ഇന്ത്യൻ റെപ്യൂട്ടഡ് കമ്പനി അല്ലേ? രവി പിള്ളയുടെ ഇൻഫോ പാർക്കിലെ കമ്പനിയിൽ അവക്ക് CEO ആയി ജോലി കൊടുക്കുന്നു. 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും ബുദ്ധിമാന്മാരായ, ഏറ്റവും ടാലന്റഡ് ആയ ആൾക്കാർക്ക് മാത്രം കയറി ചെല്ലാവുന്ന ആ ഒരു സീറ്റിലേക്കാണ് എട്ടും പൊട്ടും തിരിയാത്ത ഈ പറയുന്ന തട്ടിമുട്ടി പാസ്സായ ഒരു എഞ്ചിനീയറിംഗ് ബിരുദം എങ്ങനെയോ കിട്ടിയ ഒരു ഫ്രഷർക്ക് അവരുടെ ലക്ഷങ്ങളുടെ മാസ ശമ്പളത്തിൽ രവിപിള്ള ജോലി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? വീണയുടെ ഞാൻ പറയുന്നില്ല, പിണറായി വിജയനും രവിപിള്ളയും തമ്മിലുള്ള കുറെ ഇടപാടുകൾ ഉണ്ടല്ലോ, കുറെ ഡിഗ്ലോൾഫി ഇടപാടുകൾ. അതിന്റെ വെളിച്ചത്തിൽ പിണറായി വിജയന്റെ മോക്ക് അവിടെ ജോലി കൊടുക്കുകയാണ്. അതാണ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്റെ ഭാര്യ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. എങ്ങനെയാണ്? അവിടെ പ്രവേശന പരീക്ഷ പോലും നടത്തിയില്ലായിരുന്നു അമൃതാനന്ദമയിയുടെ കോളേജിൽ. കാരണം പ്രവേശന പരീക്ഷ എഴുതിയാൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് പ്രവേശന പരീക്ഷ പോലും എഴുതാതെ അവിടെ സീറ്റ് കൊടുക്കുകയായിരുന്നു. എന്നിട്ടാണ് റിയാസ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്, എന്താ സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങിക്കൂടെ? രാഷ്ട്രീയ നേതാവിന്റെ മകൾക്ക് ബിസിനസ് തുടങ്ങിക്കൂടെ? മുൻ മന്ത്രിയായ എന്റെ ഭാര്യക്ക് ബിസിനസ് തുടങ്ങിക്കൂടെ എന്നൊക്കെയാണ് ആ പോങ്ങൻ ചോദിച്ചത്. കേടോ റിയാസേ, ഞാൻ വീണ്ടും പറയണം, ബിസിനസ് തുടങ്ങാം. AKG സെന്ററിന്റെ അഡ്രസ് ആണോ കൊടുക്കേണ്ടത്? AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്തിട്ട് ബിസിനസ് തുടങ്ങിയല്ലേ? ആരുമായിട്ടാണോ ബിസിനസ് തുടങ്ങിയത്? ആരുമായിട്ടാണോ ഇടപാടുണ്ടാക്കിയത്? മുഖ്യമന്ത്രിയായ അച്ഛന്റെ കൈവശമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ആ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സമ്മതത്തോടെ മാത്രം പ്രവർത്തിക്കേണ്ട, ഏറ്റവും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ട ഒരു കമ്പനി, കരിമണൽ കർത്തായുടെ കമ്പനി. ആ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ പിണറായി വിജയന്റെ പച്ചക്കൊടി വേണം. അങ്ങനെയുള്ള കമ്പനിയുമായി ഇടപാട് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ അർത്ഥം? താനൊക്കെ ഏത് കോത്താഴത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഉളുപ്പുണ്ടോ എന്ന് കണ്ടിങ്ങനെ പറയാൻ? നാളെ നേരം പുലരുമ്പോൾ നീയൊക്കെ എന്താണിടോ പറയാൻ പോകുന്നത്? തന്റെ ഭാര്യ 20.5 കോടി അല്ലേ? അപ്പോഴാണ് ഷോൺ ജോർജ് പറയുന്നത് 20.5 കോടിയല്ല, ഇതിനേക്കാൾ എത്രയോ ശതകോടികളുടെ വെട്ടിപ്പാണ് നടത്തിയത്. ഇതിന്റെ ഈ ഐസ്ബർഗിന്റെ ഒരു തല മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ഷോൺ ജോർജ് പറയുന്നു. ഉളുപ്പില്ല നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നത് എന്താ പറയാ, ഈ CPM നേതാക്കന്മാരോടല്ല, അണികളോടാണ് ചോദിക്കുന്നത്.
നിങ്ങൾ സഖാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത് ഒളുപ്പില്ലടോ, ഒളുപ്പില്ല നിങ്ങൾക്ക്. ഇനിയും CPM-കാരാണ് പറയാൻ. നിങ്ങൾ സഖാക്കളായിക്കോ. ഈ മഹത്തായ പ്രസ്ഥാനം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തള്ളുകയല്ല ഞാൻ. ഇത് മഹത്തായ പ്രസ്ഥാനമാണ്, തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടോ അല്ലെ, തൊഴിലാളി വർഗത്തിന്റെ എല്ലാവിധ അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതിനായിട്ട് പടപുരുതിയ ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതാണ് ഈ പറയുന്ന അധമൻ പിണറായി വിജയനും മരുവനും മോളും കൂടി ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾ. MA ബേബിക്ക് ഒരു ചളിപ്പില്ലേ. ഇയാളാണ് ആ കഴിഞ്ഞ മെയ് മാസത്തിൽ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോ ഈ ഹവാല കൊള്ളക്കാരിയുടെ ഈ രേഖകളൊക്കെ പിടിച്ചെടുത്തപ്പോ MA ബേബി ഡൽഹിയിൽ പോയി സമരം ചെയ്യായിരുന്നു പോലീസിനെതിരെ. അപ്പം ഗോവിന്ദനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. കഴിയാൻ നന്നാവാത്ത സാധനമാണ്. MA ബേബിയെ കുറിച്ച് കുറച്ചെങ്കിലും പ്രതീക്ഷയുണ്ടോ? MA ബേബി ചെയ്യേണ്ടത് നിങ്ങളെന്താ ഒരു വിശാല സമ്മേളനം അല്ലേ? തെറ്റ് പറ്റിയോ? പിണറായി വിജയന് തെറ്റ് പറ്റിയോ? പിണറായി വിജയന് തെറ്റല്ല, അതിന് തെറ്റ് എന്നൊന്നല്ല പറയാ. ഇലക്ഷനിൽ തോറ്റുപോയ കാര്യമൊക്കെ അതൊക്കെ പിന്നെ നിങ്ങളിപ്പോ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ പാർട്ടിയിൽ പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണു. MA ബേബി ചെയ്യേണ്ടത് നാളെ പുലരുമ്പോ MA ബേബി അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യേണ്ടത്. ഈ പറയുന്ന പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഒരല്പമെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ ഈ പറയുന്ന തിരുട്ട് കുടുംബത്തിനെതിരെ അന്വേഷണം നടത്തണോ? ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു അങ്ങനെ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ, ശ്രീജിത്തല്ല പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഷോൺ ജോർജാണ് പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ടുപേരും പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അതായത് ഞങ്ങൾ കൊടുക്കാം തെളിവ്, ഇവർ നടത്തിയ ഈ കട്ടുമുടിച്ചതിന്റെ എല്ലാം തെളിവ് ഞങ്ങൾ കൊടുക്കാമെന്ന് പറയുമ്പോ അങ്ങനെയുള്ള തെളിവുകളൊക്കെ വാങ്ങിയിട്ട് ഈ പറയുന്ന തിരുട്ട് കുടുംബത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണോ, എന്നിട്ടെങ്കിലും പാർട്ടിയിൽ നിന്ന് സംരക്ഷിക്കണോ? ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? നിങ്ങൾ ഇനി എന്താ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത്? എനിക്ക് സഹതാപം തോന്നുകയാണ് ഈ പാർട്ടിയുടെ അടിമകളായ ഈ പാർട്ടി പ്രവർത്തകരോട്. ഇനിയും നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത്? അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ എക്സാലോജിക് കമ്പനി, ആ കമ്പനി 2-3 കൊല്ലം പ്രവർത്തിച്ചപ്പോഴത്തേക്ക് വീണക്ക് കോടികൾ അല്ലെ? ബിനു ചോദിച്ച പോലെ ഈ പറഞ്ഞ 20.5 കോടി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അച്ഛൻ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് എന്ന് പോലും നാളെ ഒരുപക്ഷെ ന്യായീകരിച്ചേക്കാം ന്യായീകരണ തൊഴിലാളികൾ. അല്ലെങ്കിൽ പറയാം, അതും ഏഷ്യാനെറ്റ് ചർച്ചയിൽ നിന്ന് ഞാൻ കുറച്ചു മുമ്പ് കേട്ടതാണ്. അതായത് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞേക്കാം, ആ വീണയുടെ കമ്പനി അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുകൾ ഓം ഹ്രീം ഹ്രൂം എന്ന് പറയുമ്പോഴത്തേക്ക് കോടികൾ കയ്യിലേക്ക് വെച്ച് തരുന്ന അലാവുദ്ദീൻ. ഉളുപ്പുണ്ടോ? ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല. വീണ്ടും ബൃഹത്തിന്റെ വരികൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് കേട്ടോ. ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ നഗരം രാത്രിയോടെ കത്തി നശിക്കുക തന്നെ വേണം കേട്ടോ. CPM-നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഞാൻ പറയുന്നുള്ളൂ. CPM-നുള്ളിൽ ഒരു തെറ്റ് തിരുത്തൽ പ്രക്രിയ ഉടനടി നടന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സംസ്ഥാനത്ത് ഭരണം പോയ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന തിരുട്ടു കുടുംബത്തെ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയില്ല എങ്കിൽ ഈ പാർട്ടി കത്തി നശിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ഈ രാത്രി ഒരു ശുഭരാത്രി പോലും ആശംസിക്കാൻ ത്രാണിയില്ലാതെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.